ഹായ് നമസ്കാരം. ECS സ്പോർട്സിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഏറ്റവും ലാഭമുള്ള ഐറ്റം ഏതാണ് എക്സ്പോർട്ടിലെന്ന്. ശരിക്കും ഏറ്റവും ലാഭം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഏത് ഐറ്റമാണ് എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയുന്നതിന് പകരം ഏത് സാഹചര്യമാണ്, ഏത് കൺട്രിയിലേക്കാണ്, അതുപോലെ അവൈലബിലിറ്റി, ഇതൊക്കെ നോക്കിയിട്ടാണ്. ഇപ്പോൾ ചില കൺട്രിയിൽ നമുക്ക് ചില പ്രൊഡക്റ്റുകൾ അവിടെ കൊണ്ടുപോകുന്നതിനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് അവിടെ അത് എത്തിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് ആ പ്രൊഡക്റ്റ് കൂടുതൽ ലാഭം. അത് നമുക്ക് പർട്ടിക്കുലർ ഏത് പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചില കൺട്രിയിൽ നമുക്ക് അറിയാം വളരെ ടഫാണ് അത് അവിടെ എത്തിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും അതിൻ്റെ സർട്ടിഫിക്കേഷൻസും എല്ലാം ചെയ്ത് അവിടെ എത്തിക്കാൻ പറ്റിയാൽ അത് നമുക്ക് കൂടുതൽ ലാഭം കിട്ടും. അത് പക്ഷേ വേറൊരു കൺട്രിയിൽ അത് എല്ലാവരും എത്തിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്കത് കൂടുതൽ ലാഭം കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ അത് ഡിപ്പെൻസ് ആണ് ഏത് കൺട്രിയിലേക്കാണ്, ഏത് സാഹചര്യങ്ങളിലേക്കാണ് എന്നതുപോലെ ഇരിക്കും. ഉദാഹരണം നമുക്ക് ഞാൻ ഏലക്കയുടെ കാര്യം പറയും. അപ്പോൾ സൗദിയിലേക്ക് ഏലക്ക ഭയങ്കര ഡിമാൻഡാണ്. പക്ഷേ പെസ്റ്റിസൈഡുകളുടെ അളവ് കുറവുള്ള, ടെസ്റ്റിൽ പാസ്സാകുന്ന അങ്ങനത്തെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ നല്ല സാധ്യതയാണുള്ളത്. എന്നാൽ മറ്റു ചില കൺട്രിയിൽ ഇതെല്ലാവരും എത്തിക്കിപ്പം US ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട്. അത് ഗ്വാട്ടിമാലയിൽ നിന്നൊക്കെ ഏലം വരുന്നുണ്ട്, ഇന്ത്യയിൽ നിന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന് ഒരുപാട് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ചില കൺട്രിയിൽ ഏറ്റവും റെസ്ട്രിക്ഷൻസ് ഉള്ള ഇടത്തേക്ക് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് അയക്കാൻ പറ്റിയാൽ അത് കൂടുതൽ ലാഭകരമാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ കണ്ടുപിടിക്കണം ഏത് സ്ഥലത്ത് എവിടെയാണ് ഏത് പ്രൊഡക്റ്റാണ് കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അവിടെ എന്തൊക്കെ പ്രൊസീജിയറുകളാണുള്ളത്, എന്തൊക്കെ ഡോക്യുമെൻറ്റേഷൻസ് ആണുള്ളത്, ഇതിനെ നമ്മൾ എങ്ങനെ പരിഹരിക്കാം എന്ന് കണ്ടുപിടിച്ചാൽ വളരെ ഈസിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ കൂടുതൽ മാർജിൻ നമുക്ക് കിട്ടുന്ന ഐറ്റം.